അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അൻവർ കോമാളിയാണ്. അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയില്ലല്ലോ. പോരാളിയല്ല, കോമാളിയാണ്, രാഷ്ട്രീയ കോമാളിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഇപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും. പക്ഷെ PV അൻവർ അവസാനത്തെ MLA ആവുക ചെയ്യാം. മുഖ്യമന്ത്രി പലരും അപ്പൊ എന്തല്ല കൂട്ടർ ഉഷാറില്ല. പിണറായിസത്തിനെതിരെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം മുന്നിലേന്തിക്കൊണ്ട് അല്ലെങ്കിൽ പൊക്കി പിടിച്ചുകൊണ്ട് LDF എന്ന മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ട് മാസം ഒരുപാടായി. ഇന്നേ വരെ CPM എന്ന പാർട്ടിയിലെ അല്ലെങ്കിൽ LDF എന്ന മുന്നണിയിലെ ഒരു നേതൃത്വത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂട്ടാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ശരിക്കും അദ്ദേഹം അന്ന് പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് ഇന്ന് കേരളത്തിന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഒരു കോമാളി വേഷത്തിൽ ഇന്ന് കേരളത്തിന്റെ അങ്ങും ഇങ്ങും അലഞ്ഞുകൊണ്ട് നടക്കുന്ന PV അൻവർ എന്ന കോമാളി അല്ലേ. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നത്, എന്തൊക്കെ ഡയലോഗുകൾ അടിച്ചിരുന്നത്. എന്താ വിചാരിച്ചത് PV അൻവർ? പിണറായി വിജയനെതിരെ താൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ CPM-ലെ കേഡർ വിഭാഗത്തിൽ ഒരു വിഭാഗം ഇറങ്ങി വരും. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, നമ്മുടെ ബൈറ്റിൽ നമ്മുടെ ലൈബ്രറി കിടപ്പുണ്ട്. ഈ മലയോര മേഖലയിലെ മുഴുവൻ 30-34ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ വോട്ടർമാരും തനിക്ക് അനുകൂലമായിട്ട് ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത്. ചേലക്കര മണ്ഡലത്തിൽ 3000 വോട്ടേ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞതോടുകൂടി CPM-നെതിരെ പട തനിക്ക് അനുകൂലമായിട്ട് വരുന്നതും നിലമ്പൂരിൽ ഒഴുകിയെത്തിയ ആളുകളെല്ലാം CPM-ന്റെ ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരു കേഡറിനെ പോലും കൂട്ടാൻ പറ്റിയിട്ടില്ല PV അൻവർ. ഇതല്ലേ സത്യം? ഇന്നിപ്പോ അദ്ദേഹം ഒരു കോമാളി വേഷം കെട്ടിയിട്ട് UDF-ന്റെ തിണ്ണതിരങ്ങി നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന്റെ കൂടെ അന്നും, അതായത് ഇദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലായിട്ട് ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചപ്പോ എൻ്റെ PM-ലും എൻ്റെ വാട്സപ്പിലും വന്നിട്ട് പല കോലത്തിൽ സംസാരിച്ചവരുണ്ടായിരുന്നു. ഇന്നിപ്പം ആ പറഞ്ഞൊരുപ്പെട്ട ആൾക്കാർ ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നിട്ടും അതായത് ഇദ്ദേഹം LDF എന്ന മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ട് അങ്ങ് DMK-യിൽ പോയിട്ട് ചുവപ്പും കറുപ്പും ഷാളിട്ടിട്ട് നിലമ്പൂരിൻ്റെ മണ്ഡലത്തിൽ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഒരു ശക്തി പ്രകടനം എന്ന് പറഞ്ഞിട്ട് വലിയ ഗോളിൽ പ്രകടനമൊക്കെ നടത്തി ഒരു 10-20 പേർക്ക് പിന്നെ ഈ കറുപ്പും ചുവപ്പുള്ള ഷാൾ അണിഞ്ഞു കൊടുത്തു. അന്നൊക്കെ ഇദ്ദേഹം ഒരു നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം, തേങ്ങാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തിട്ട് ജില്ലകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്ന ആളുകൾ, അതിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം പിന്നെ ഒരു ബംഗാളിയായിപ്പോ, അതായത് തൃണമൂലിൽ പോയിട്ട് വാതിൽ കൊട്ടിയപ്പോൾ അതിലൊരുപാട് ആൾക്കാർക്ക് മനസ്സിലായത് ഇയാളെ അസുഖം എന്താണെന്ന്. ഇയാളെ അസുഖം എന്താണെന്ന് CPM-ന് അന്നേ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് പിന്നെ മനസ്സിലായ അയാൾ ബംഗാളി ആവാൻ പോയപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ടും മനസ്സിലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിന് അയാളെ കൂടെ കൂടിയിട്ട്. ഇന്നിപ്പം അന്നും അയാളെ കൂടെ നിന്നിട്ട് ഇന്നിപ്പം അയാളെ അസുഖം എന്താണെന്ന് ഇപ്പം മനസ്സിലായിട്ട് മിണ്ടാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താ അറിയോ, ഇയാളെ അസുഖം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ CPM പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ LDF മുന്നണി പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇയാൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോകുമ്പം ഇന്നേ വരെ ഈ ഒരു പറഞ്ഞ ആരോപണങ്ങൾക്ക് ഇന്നേ വരെ ഒരു തെളിവായിട്ട് ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇയാൾ ഒരുപാട് ഉണ്ടയില്ലാത്ത വെടികൾ പൊട്ടിച്ചിട്ട് ഇന്നേ വരെ അത് തെളിയിക്കാൻ അല്ലെങ്കിൽ അതിന് തെളിവായിട്ട് വരാൻ ഇന്നേ വരെ അൻവർ എന്ന ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ അതാണ് പറഞ്ഞത്. അന്ന് അൻവർ എന്ന പോരാളിയല്ല, അൻവർ എന്ന കോമാളിയാണെന്ന് പറഞ്ഞതിൻ്റെ വളരെ വ്യക്തമായ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ തെളിവ് സഹിതമാണ് ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന PV അൻവർ എന്ന കോമാളി. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സ്നേഹിക്കും. ഞങ്ങളുടെ കൂടെ MLA ആയി നിൽക്കുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കും, ഇൻകുലാബ് വിളിക്കും, നിങ്ങൾക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ തറവാട്ടിൽ തൊട്ട് നിങ്ങൾ കളിക്കാൻ വന്ന ഏത് അൻവറായാലും അത് അംഗീകരിച്ചു തരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാവില്ല എന്നത് തന്നെയാണ് ഞങ്ങൾ